കബൂലാക്കട്ടെ. മോമിനീങ്ങളെ, ഈ വർഷത്തെ റമദാനിലെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന 3-ാമത്തെ രാത്രിയാണെന്ന്. അല്ലാഹു ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കാനുള്ള വലിയ ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരണപ്പെടാനുള്ളവരാണ്. അതിലാർക്കും തർക്കങ്ങളൊന്നുമില്ലല്ലോ. മരണപ്പെട്ട് കഴിഞ്ഞാലോ നമ്മുടെ നാട്ടുകാര്, ബന്ധുക്കാര്, ബന്ധപ്പെട്ടവര്, അയൽവാസികൾ എല്ലാവരും ചേർന്ന് നമ്മളെ കൊണ്ടുവന്ന് ഖബറടക്കും. ആ ഖബറിനെ കുറിച്ചും ആ ഖബറിന്റെ ഉള്ളിലുള്ള അവസ്ഥയെക്കുറിച്ചും ഇടക്കൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചാല് വളരെ നല്ലതേ. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ, എന്താ ആ ഖബറിനുള്ളത്തെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കണേ. ഒന്ന്, മേൽ ഖബർ കുറച്ച് വീതി ഉണ്ടാവും, താഴത്തെ ഖബറിന്റെ വീതി എത്ര? ഒരു മനുഷ്യന് മലർന്ന് കിടക്കാൻ അവിടെ സ്ഥലം ഉണ്ടാവും? ഇല്ല, മലർന്ന് കിടക്കാൻ പറ്റൂലല്ലോ. ചെരിഞ്ഞ് കിടക്കാൻ മാത്രമുള്ള ഒരു സ്ഥലം. എന്നിട്ട് ഈ മനുഷ്യനെ കിടക്കണതോ പച്ച മണ്ണില്. 3 കഷ്ണം തുണിയിൽ അയാളെ പോയിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ തലന്റെ ഭാഗത്തെ കെട്ടയച്ച് മുഖം മണ്ണിലേക്ക് ചേർത്തി, മണ്ണ് കുറച്ച് കൂട്ടി വെച്ചിട്ട് അയക്ക് മുഖം ചേർത്തി വെച്ചിട്ടാണ് കിടത്തണത്. പച്ച മണ്ണിലാ കിടത്തം. എന്നിട്ടോ മൂടുകല്ല് വെച്ച് മൂടുകയാണ്. ആ മൂടുകല്ല് വെച്ച് മൂടുമ്പോഴേ ആ ഖബറിന്റെ ഉള്ളിലുള്ള ഇരുട്ടിന്റെ ശക്തി എത്രയേക്കാരം നോക്കുകയാണെങ്കിൽ, അതിലുള്ള ചൂടും അവസ്ഥയും എത്രയേക്കാരെന്ന് അറിയുന്നത്. മനുഷ്യനിങ്ങനെ ശരീരം, നമ്മളെ തൊലിയൊക്കെ ഇങ്ങനെ പൊട്ടും. അമ്മാരി ചൂടാണ് അവിടെ ഉണ്ടാകുക കുറഞ്ഞ സമയങ്ങളെ കൊണ്ട്. എന്നിട്ട് ഈ മൂടുകല്ല് വെച്ചിട്ട് എന്തെങ്കിലും ചെറിയ ഒരു ഗ്യാപ്പ് വന്നാലോ അത് മണ്ണും കല്ലും ചെടിയും പുല്ലൊക്കെ ഇട്ടിട്ട് ആ ഗ്യാപ്പ് എടുക്കുക. അതായത് ഒരു മിന്നാമിനുങ്ങിന്റെ വെളിച്ചം പോലും അതിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല. അങ്ങനെ ചെയ്യാം. എന്നിട്ടോ പിന്നെ അതിന്റെ മുകളിലേക്കാണ് ഈ മണ്ണിട്ട് മൂടുന്നത് മുഴുവനും. ആ മണ്ണും കൂടി അത്രയും ഉയരത്തിൽ അതിന്റെ മേലെ മണ്ണിട്ടണം മൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഖബറിന്റെ ഉള്ളിലത്തെ അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒന്നും നമുക്കറിയില്ല. നമുക്ക് പിന്നെ അറിയണത് എന്ത് മാത്രമേ ഉള്ളൂ എന്നറിയോ? ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ ഉള്ളിലുള്ള ചില അവസ്ഥകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞു തന്നതല്ലാതെ വേറെ എന്താ നമുക്കറിയാം? നമ്മളെ പള്ളിന്റെ ഈ ഭാഗവും ഈ ഭാഗവും നിങ്ങൾ നോക്കണ്ടി, മീസാൻ കല്ലുകൾ പോലും ദ്രവിച്ചു പോയിക്കണം. എത്ര കൊല്ലായിട്ടുണ്ടാകുമല്ലോ അവിടെ കടക്കൽ തുടങ്ങിയിട്ട്? നിങ്ങൾ ആലോചിച്ചോക്കാം. എത്ര നൂറ്റാണ്ടുകളായിട്ടുണ്ടാവും. ആ നൂറ്റാണ്ടുകൾ ഖബർ കടക്കാൻ വേണ്ടിയുള്ളൂ. ദുനിയാവിൽ ജീവിച്ചത് എത്രയൊക്കെയാണെന്നറിയോ? 50, 60, 70, 80, ഏറിയ 100 കൊല്ലം. ആ ദുനിയാവിൽ ജീവിച്ചതിന് ഒരു 5 ഇരട്ടി ചിലപ്പോൾ ഇപ്പോ അവിടെ ഖബർ കടന്നിട്ടുണ്ടാവും. ഇനി എത്ര ഇരട്ടി കടക്കാണ്ട് വല്ല കണക്കുണ്ടോ? മീസാൻ കല്ലുകൾ പോലും ദ്രവിച്ചു പോകുക എന്ന് പറഞ്ഞാൽ എത്ര കാലങ്ങളായി പോലെ അവിടെ കടക്കാൻ തുടങ്ങിയിട്ട്. എന്താണ് ഇപ്പൊ ആ ലോകത്തിന്റെ ഒരു അവസ്ഥകളൊന്ന് ചിന്തിച്ചു നോക്കണം. ആരെങ്കിലും ഉണ്ടോ തുണക്ക്? അതിൻ്റെ ഉള്ളിലുള്ള പാമ്പുകള്, തേളുകള്, അവസ്ഥകള്, അവകളെ കൊണ്ടുള്ള വല്ലപ്പോഴും ഒന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അത് അള്ളാഹു കനിഞ്ഞു കൊടുത്താൽ തന്നെയല്ലേ ശരിയാകുള്ളൂ. അള്ളാഹു നമ്മളൊക്കെ ഖബറുടെ സ്വർഗാക്കി തരട്ടെ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ഖബറിന്റെ രാഗ വിവരം താഴ്വ ഉസ്താദ് ഈ 4-5 വരികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ പറയാൻ?
അതുകൊണ്ടാണ് മഹാന്മാര് മുഴുവനും ഖബറോർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയല്ലേ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ പെട്ട പ്രധാനിയല്ലേ. മുത്തുനബി തങ്ങൾ എത്ര തവണയാണ് സ്വർഗം വാഗ്ദാനം ചെയ്തത്. മുത്തഹബീബിന്റെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗം കിട്ടിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവരുടെ സ്വഭാവം എന്തായിരുന്നു അറിയുമോ? ഖബറിനെ കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ തേങ്ങി തേങ്ങി കരയുകയാണ്. ആ തിങ്ങി നിറഞ്ഞ താടി രോമത്തിലൂടെ കണ്ണുനീരൊഴുകുന്നതാണ്. എന്നാൽ നരകത്തെ കുറിച്ച് കേൾക്കുമ്പോ, മഹ്ശറിനെ കുറിച്ച് കേൾക്കുമ്പോ, സിറാത്തിനെ കുറിച്ച് കേൾക്കുമ്പോ ബഹുമാനപ്പെട്ടവർ ഇത്രയും കരയുന്നില്ല. നിങ്ങൾ ഖബർ കേട്ട എങ്ങനെ കരയണമെന്ന് ചോദിച്ചോ പറഞ്ഞാൽ എന്താ അറിയോ? ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞത്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഒരു മനുഷ്യന്റെ ആഖിറത്തിലേക്കുള്ള ഒന്നാമത്തെ വീട് ഖബറാണ്. അവിടെ ഒരാൾ രക്ഷപ്പെട്ടാൽ ഫമാ ബഅദഹു ഐസറു മിൻഹു, പിന്നെ ശേഷമുള്ളത് മുഴുവനും ഈ മനുഷ്യന് വളരെ എളുപ്പമാണ്. അവിടെ ഒരാൾ പരാജയപ്പെട്ടാലോ ശേഷമുള്ളത് മുഴുവനും അതിനേക്കാൾ പ്രയാസമാണ്. മാത്രമല്ല ആരും കൂട്ടിനില്ലാതെ ഒരുപാട് വർഷങ്ങൾ ഞാൻ കടക്കേണ്ട ഒരേ ഇടമെന്ന് പറയുന്നത് ഖബറാണ്. അല്ലാഹ് നമ്മൾ മരിച്ചു വലക്ക ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. അവിടെ പലതും നടക്കാനുണ്ട്. ഖബറിൽ അദാബുകൾ അനുഭവിക്കാനുണ്ട്. ഇന്ന ഹാദിഹിൽ ഉമ്മത തുബ്തലാ ഫീ ഖുബൂരിഹാ. ഈ സമുദായം അവരുടെ ഖബറിൽ പരീക്ഷിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. വലൗലാ അൻ തുദാഫിനു ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബർ. നാട്ടിൽ നിന്ന് ആരെങ്കിലും മരിച്ചു പോയാൽ അവരെ കൊണ്ടുപോയി മറമാടുന്നവർ നിങ്ങളായിട്ടില്ലായിരുന്നുവെങ്കിൽ ആ ഖബറിലെ അദാബുകൾ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാൻ അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ ദുആ ചെയ്താൽ ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കണ അല്ലാഹു കേൾപ്പിച്ചു തരും. പിന്നെന്താ പ്രശ്നം എന്നറിയോ? നാട്ടിൽ നിന്ന് ഒരാൾ മരിച്ചാൽ ആ മനുഷ്യന്റെ മയ്യത്ത് മറമാടാൻ പിന്നെ നിങ്ങൾ ഒരിക്കലും തയ്യാറാവില്ല. പിന്നെ മയ്യത്തുകൾ ഇവിടെ മറമാടപ്പെടാതെ ഭൂമിയുടെ മുകളിൽ കിടക്കും. അതുകൊണ്ടാണ് അതിന്റെ ഉള്ളിലുള്ള ആ ശബ്ദവും കരച്ചിലും ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ ഞാൻ ദുആ ചെയ്യാത്തത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെ എല്ലാവരുടെ അവസ്ഥ അങ്ങനെയാണ്. സമ്പത്തുള്ളവനും ഇല്ലാത്തവനും, ആരോഗ്യം ഉണ്ടായവനും ഇല്ലാത്തവനും, തറവാടുള്ളവനും ഇല്ലാത്തവനും, മക്കളുള്ള ആളും ഇല്ലാത്ത എല്ലാവരും ഒരുപോലെയാണ്. അവിടെ മാറ്റമൊന്നുമില്ല. അതാരാണെങ്കിലും ശരി. മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട സമയം രാത്രിയാണ് ഖബറടക്കുന്നത്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഖബറിന്റെ അടുക്കൽ നിന്നിട്ട് പറഞ്ഞു, ഖബറേ, ആരെയാണ് ഞങ്ങൾ എനിക്ക് വെച്ചു തരാൻ പോണത് എന്ന ഓർമ്മ എനിക്ക് ഉണ്ടാകണം ട്ടോ. ഖബറിനോട് ആര് പറഞ്ഞു? അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ഖബറിൽ നിന്ന് അവിടെ കൂടിയ ആളുകളൊക്കെ ഒരു മറുപടി കേട്ടു, മാ അന ബിമൗലി ഹസബിൻ വലാ നസബിൻ. ഇത് തറവാടും മഹത്വം നോക്കുന്ന സ്ഥലമല്ല ഞാൻ ട്ടോ എന്ന് ഖബറിൽ നിന്ന് വിളിയാളം കേട്ടു. അബൂദർ ഗിഫാരി പറഞ്ഞത്, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയാണ് നിന്നിലേക്ക് വെച്ചു തരാൻ പോടട്ടോ. ഹസൈനാരുടെയും ഹുസൈനാരുടെയും പ്രിയപ്പെട്ട ഉമ്മയാണ് ട്ടോ. അതുകൊണ്ട് മാന്യമായി ഇടപെടണേ എന്ന് അബൂദർ ഗിഫാരി പറഞ്ഞപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കേട്ട ശരീരി, മാ അന ബിമൗലി ഹസബിൻ വലാ നസബിൻ. നിങ്ങളെ തറവാടും നിങ്ങളെ ബാപ്പയും മക്കളും മഹത്വം നോക്കിയിട്ട് ഇടപെടുന്ന സ്ഥലമല്ല ഇവിടെയാണ്. അതുകൊണ്ടല്ലേ മുത്തുനബി തങ്ങൾ 5 നേരം നിസ്കാരത്തിൽ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. മുത്തുനബി തങ്ങളുടെ മകളായ ബീബി സൈനബ് റളിയല്ലാഹു അൻഹ മരണപ്പെടുകയാണ്. ഖബറടക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ മുത്തുനബി തങ്ങളുടെ മുഖത്തൊരു വലിയ വിഷമം കണ്ടു. വേഗം ഖബറിലേക്ക് ഇറങ്ങുകയാണ്. ആ ഖബറിൽ ഇറങ്ങി തന്റെ മകൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഖബറിൽ നിന്ന് തിരിച്ചു കയറിയപ്പോ നബി തങ്ങളുടെ മുഖത്തൊരു പ്രകാശം കാണുകയാണ്. ഖബറടക്കം കഴിഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബിയെ, സൈനബാനെ ഖബർക്ക് ഇറക്കാൻ ഒരുങ്ങിയപ്പോ ഭയങ്കര വിഷമുണ്ടായില്ല നിങ്ങളെ മുഖത്ത്, പിന്നെ നിങ്ങൾ ഖബർക്ക് ഇറക്കി ദ്വാരത്തിന്റെ ശേഷമാണല്ലോ ഇറങ്ങി ദ്വാരന്നപ്പോഴാണല്ലോ മുഖം ഒന്ന് തെളിഞ്ഞത്.
അപ്പോൾ അവിടുന്ന് പറഞ്ഞത് സ്വഹാബ കുന്തു അദ്കുറു ലീഖൽ ഖബരി വളുഅഫ സൈനബ, ഞാൻ ഓർത്തുപോയത് ഖബറിന്റെ ഇടുക്കവും എന്റെ പൊന്നുമകളുടെ ബലഹീനതയുമാണ്. പൊതുവെ ആരോഗ്യം കുറഞ്ഞവളായിരുന്നു സൈനബ ബീവി. എന്റെ മകൾക്ക് അത് താങ്ങാനുള്ള ശേഷിയില്ലല്ലോ, അതോർത്തപ്പോൾ കരച്ചിൽ വന്നതാണ്. ഖബറിൽ ഇറങ്ങി എന്റെ മകൾക്ക് ഞാൻ ദുആ ചെയ്തല്ലോ, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുകയാണ്. എന്റെ ദുആഇന്റെ ഹക്ക് കൊണ്ട് എന്റെ മകളുടെ സ്വീകരണത്തെ, ആ ഖബറിന്റെ ഇറുക്കത്തെ അല്ലാഹു ലഘൂകരിക്കുകയാണ്. ഒഴിവാക്കിയിട്ടൊന്നുമില്ല, ഇളവ് എന്റെ മകൾക്കുണ്ടായിരുന്നു. ولكن لغطتها لغطا سمعها من بين الخافقين إلا الثقلين. എന്നിട്ടും എന്റെ മകളെ ഖബറൊന്ന് വരിഞ്ഞു മുറുക്കുകയാണ്, എന്റെ പൊന്നുമോളെ ഖബറൊന്ന് വേദനിപ്പിക്കുകയാണ്. ആ വേദന കൊണ്ട് എന്റെ മകളെ കരഞ്ഞ കരച്ചിൽ ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരും ജിന്നുമല്ലാത്ത എല്ലാ ജീവജാലങ്ങളും കേട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. മയ്യിത്തൊക്കെ കൊണ്ടുവരുമ്പോഴേ കന്നുകാലികളുടെയൊക്കെ മുഖത്തേക്ക് നോക്കിയാൽ ചില പ്രത്യേകമായ രൂപമാറ്റങ്ങൾ കന്നുകാലികളെ പരിചയമുള്ളവർക്ക് അറിയാൻ കഴിയും. കാരണം എന്താണെന്നറിയങ്ങൾ, അവര് ആ മയ്യത്ത് കൊണ്ടുവരുമ്പോ ആ കട്ടിലിൽ കിടന്ന് മയ്യത്തിന്റെ ആർപ്പും വിളിയും സന്തോഷം പ്രകടനമൊക്കെ ആ കല കേൾക്കാൻ കഴിയും. ഖബറിന്റെ ഉള്ളിലുള്ള കരച്ചിലും കേൾക്കാൻ കഴിയും. അത് മനുഷ്യനും ജിന്നാക്കും മാത്രമേ കേൾക്കാൻ പറ്റാത്തുള്ളൂ. അള്ളാഹു നമ്മളൊക്കെ ഖബർ ജീവിതം സന്തോഷാക്കി തരട്ടെ. മോമിനീങ്ങൾ, എന്നാ ഖബറിന്റെ അദാബിന്ന് ഇളവ് കിട്ടാൻ ചില കാര്യങ്ങളുണ്ട്, വളരെ എളുപ്പമുള്ള ചില കാര്യങ്ങൾ. ഒന്നെന്താ കാര്യങ്ങൾ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കുക എന്നുള്ളതാണ്. അത് നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല, അത് വേറെ വാങ്ങന്നെ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു മനുഷ്യൻ മരിച്ചാൽ അയാൾക്ക് ഖബറിൽ ശിക്ഷയിൽ അയാൾക്ക് ഇളവ് എന്തായാലും ഉണ്ടാവുന്നതാണ്. നമ്മളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാത്ത എത്ര മനുഷ്യന്മാരുണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലൊക്കെ മരിച്ചത്. നമ്മളെ കാഴ്ചപ്പാടിൽ ഓരോരു കുഞ്ഞാപ്പേനും ഓരോരു നോളാനും നമ്മൾ കുറച്ച് വലിയ ആൾക്കാരൊക്കെയാനും, പക്ഷെ മരിച്ചത് വെള്ളിയാഴ്ച രാവിലാണ്. എന്താണ് മനുഷ്യന്റെ ആഖിറത്തിലെ ഭാഗ്യം എന്നറിയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ പറയുന്നത്, എല്ലാ രാത്രിയിലും ഒരു തവണ തബാറക സൂറത്ത് ഓതാ. 3 മിനിറ്റ് സമയം, 3 മിനിറ്റിന് വേണ്ടി വരില്ല. 2.25 പേജ് 30 ആയത്ത്. അത് 4 ദിവസം ഓതിയാ കാണാതെ പഠിക്കും. ആ മഗ്‌രിബിന്റെ ശേഷം ചെല്ലണ കൂട്ടത്തില് ഒന്ന് നടന്നു ഓതാനേ ഉള്ളൂ. 2-2.5 മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാൻ പറ്റും തബാറക സൂറത്ത്. അത് അങ്ങനെയാണ് ജീവിതത്തിൽ പതിവാക്കി എല്ലാ ദിവസവും തബാറക ഓതുന്ന മനുഷ്യനാണോ അയാൾക്ക് ഖബറിലെ ശിക്ഷയിൽ ഇളവുണ്ടാവും. എന്നാൽ ഖബർ ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകപ്പെടുന്ന മൂന്നാമത്തെ ഒരു കാര്യം, ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നത് പരിശുദ്ധ റമളാൻ 25 രാവിലെ തറാവീഹ് നിസ്കാരമാണ്. ഇന്നത്തെ തറാവീഹ് നിസ്കാരം ഉണ്ടല്ലോ, ഇന്ന് തറാവീഹ് നിസ്കാരക്കാർക്ക് അള്ളാഹു ഖബർ ശിക്ഷയെ ഉയർത്തുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആളുകളെ അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. 25 രാവിലെ 2 മിനിറ്റ് കൂടി ഇരിക്കാലല്ലേ, കുഴപ്പമില്ലല്ലോ. എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു മസല പറയേണ്ടത്, പഠിച്ചാൽ ഉപകാരപ്പെടും. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലിക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മിഞ്ഞാന്ന് നമ്മൾ പറഞ്ഞ മസല നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ആർക്കും ഓർമ്മയില്ലേ? വുളൂന്റെ സുന്നത്തും തഹിയ്യത്ത് സുന്നത്തും മറ്റേ സുന്നത്തുകളിലേക്ക് കൂട്ടി നിസ്കരിക്കാന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും. ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്, അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. മറക്കും ഇനി, അതാണ് പ്രശ്നം അല്ലേ? ആയിക്കോട്ടെ, വേറെ മസല ഞാൻ പറഞ്ഞുതരാം. ഇത് ചെയ്യണോല് ചലോലുണ്ടാവും, പക്ഷെ വളരെ അപൂർവ്വം. മയ്യിത്ത് നിസ്കരിക്കുക എന്ന് പറയുന്നത് വലിയ കൂലിയുള്ള കാര്യമാണ്. ഫിഖഹിന്റെ കിതാബുകളിൽ, ഷാഫി മദ്ഹബിലെ പ്രബലമായ കിതാബുകളിലൊക്കെ പറയുന്നൊരു മസല ഉണ്ട്. എന്താ തരം, ഒരാൾക്ക് എല്ലാ രാത്രിയിലും ഒറ്റക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റും. ആരുടെ പേരിൽ? അന്ന് ലോകത്തുനിന്ന് മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളുടെ പേരിൽ. അത് ശരിക്കും പതിവാക്കണം. ഒരു മയ്യിത്ത് നിസ്കാരത്തിന് എത്ര സമയം? 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ മതി. ആ ഭയങ്കര മഹത്തുള്ള കാര്യമാണ്. സുന്നത്തുമാണത്. അത് സുന്നത്താക്കപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് കിതാബുകളിലൊക്കെ പറയപ്പെടുന്നത്. അത് ആണുങ്ങൾക്കും ചെയ്യ പെണ്ണുങ്ങൾക്കും ചെയ്യപ്പെടുന്നത്. എന്താ ചെയ്യേണ്ടത് കാര്യങ്ങൾ? അപ്പൊ അത് ഇശാന്റെ ശേഷം വിത്രിസ്കാരം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ കടക്കണ നേരം ഒന്നുണ്ടാക്കി വരുമ്പോ, അല്ലെങ്കിൽ സുബൈന്റെ സമയം, എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയം അതിനെ തെരഞ്ഞെടുത്താൽ മതി.
ഏറ്റവും നല്ല രാത്രി കിടക്കാൻ സമയത്താണ്. എന്താ നിയ്യത്ത് വെക്കാന്ന് അറിയോ? ഇന്ന് മരണപ്പെട്ട ഞാൻ നിസ്കരിച്ചാൽ സ്വഹീഹാകുന്ന എല്ലാ മുസ്ലിമീങ്ങളുടെ മേലും ഫർളായ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു. അല്ലാഹു അക്ബർ. എന്താ നിയ്യത്ത് വെക്ക? ഇന്ന് മരണപ്പെട്ട ഞാൻ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാകുന്നു. നമ്മൾ നിസ്കരിച്ച എല്ലാവരുടെ പേരിലും നമ്മൾ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാകൂല. ഞാൻ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാകുന്ന എല്ലാ മുസ്ലിമീങ്ങളുടെ മേലിലും ഫർളായ മയ്യിത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു. അല്ലാഹു അക്ബർ. നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന മാതിരി ഒന്നാമത്തെ ഈ തക്ബീറിനെ ശേഷം ഫാത്തിഹ ഓതുക, പിന്നെ അല്ലാഹു അക്ബർ, നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സയ്യിദിനാ മുഹമ്മദ് ഇബ്രാഹിമിയ സ്വലാത്ത് ഇല്ല, അല്ലാഹു അക്ബർ മയ്യിത്തിന് വേണ്ടി ദുആരക്കലാണ്. കുറെ ആൾക്കാരായതുകൊണ്ട് ജംഇന്റെ വചനമാക്കി ദുആരക്ക. അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വർഹംഹും വഅഫു അൻഹും എന്ന് പറഞ്ഞിട്ട് ദുആരക്ക. നാലാമത്തെ തക്ബീർ അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹും വലാ തഫ്തിനാ ബഅദഹും വഗ്ഫിർ ലനാ വലഹും റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. നല്ല മയ്യിത്ത് നിസ്കാരം. ഈ ഒറ്റ കാര്യം ശ്രദ്ധിക്കൊണ്ടുള്ളൂ. ആ ദ്വാരക്കണ സമയത്ത് അല്ലാഹു മഗ്ഫിർ ലഹു ആണാണെങ്കിൽ നമ്മൾ അല്ലാഹു മഗ്ഫിർ ലഹു എന്നാണ് പറയാ, പെണ്ണാണെങ്കിൽ അല്ലാഹു മഗ്ഫിർ ലഹ എന്നാ പറയാ. ഇത് കുറെ ആൾക്കാരുണ്ടായതുകൊണ്ട് എന്ത് പറയാ? അല്ലാഹു മഗ്ഫിർ ലഹും വർഹംഹും വഅഫു അൻഹും അങ്ങനെ പറയാം. ഇതെല്ലാ ദിവസവും ജലസുന്നത്താണ്. ഇത് ചെയ്തുള്ള കാര്യം തരങ്ങള് ഒരു ദിവസം നമുക്ക് ചിലപ്പോൾ 1000-10,000 ആൾക്കാരെ പേരിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റും. എല്ലാ ദിവസവും അങ്ങനെ നിസ്കരിക്കും. ഇങ്ങനെ നിസ്കരിക്കണ കുറെ മുഅ്മിനീങ്ങൾ ലോകത്ത് വരെ ഉണ്ടാവും. നമ്മള് മരിച്ചതിന് ശേഷം എത്ര ആളുകളെ നിസ്കാരത്തിൽ നമ്മള് കൂടുന്ന അറിയങ്ങൾ. ഇപ്പൊ 1,00,000 ആൾക്കാർ ഇങ്ങനെ നിസ്കരിക്കണോരുണ്ട്. നിങ്ങൾ സങ്കല്പിച്ചോളി, ആ 1,00,000 ആൾക്കാരെ നിസ്കാരം ആ രാത്രി നമുക്ക് കിട്ടൂലേ? അതൊക്കെ കിട്ടാനുള്ള ഒരു മാർഗം കൂടിയാണ് എന്തെന്ന് പറയണത്. നമ്മള് ഇത് ശീലിക്കാന്ന് പറയുന്നത്. വല്ല നയിപ്പ് എന്തെങ്കിലും ഉണ്ടോ? വല്ല നയിപ്പുണ്ടോ? ഒരു നയിപ്പില്ല. എല്ലാ രാത്രി ഒരു മയ്യിത്ത് നിസ്കരിച്ച് അതിന് ഊരവേദനക്കാർക്ക് പോലും നിസ്കാരം അതൊന്നും കണ്ടല്ലേ നിസ്കരിച്ചാണുള്ളത്. കുമ്പിട് കുണിമാണ്ടല്ലോ. ആകെ 1-2 മിനിറ്റിന്റെ പണിയുള്ളൂ. നിയ്യത്ത് വെക്കുമ്പോ എന്ത് നിയ്യത്ത് വെച്ചാൽ മതി? ഇന്ന് മരണപ്പെട്ട ഞാൻ നിസ്കരിച്ചാൽ സ്വഹീഹാകുന്ന എല്ലാ മുസ്ലിമീങ്ങളുടെ മേലിലും ഫർളായ മയ്യിത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു. അല്ലാഹു മലയാളത്തിൽ വെച്ചാൽ നിയ്യത്ത് എന്നിട്ട് മയ്യിത്ത് നിസ്കരിക്കുക. അത് ഭയങ്കര ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. നമുക്ക് എല്ലാ ദിവസവും 1000കണക്കിന് മുഅ്മിനീങ്ങളുടെ പേരിൽ നമുക്ക് മയ്യിത്ത് നിസ്കരിക്കാം. നമ്മുടെ മരണത്തിന്റെ ശേഷവും നമ്മളറിയാത്ത 1000കണക്കിന് നിസ്കാരം നമ്മളെ ഖബർക്ക് കിട്ടും. അത് പതിവാക്കണം. അതില്ലാത്ത ആളുകള് ഇന്ന് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയാണല്ലോ, ഇന്നാണ് നിസ്കരിച്ച് തുടങ്ങുക. ആദ്യം നട്ട നിയ്യത്ത് വെക്കുക, റബ്ബേ ഞാൻ മരിച്ചോളാം ഒറ്റ ദിവസം ഈ നിസ്കാരം ഒഴിവാക്കില്ല എന്ന് വരുത്തി ഏതെങ്കിലും ഒരു സമയം ദിവസവും ഈ നിയ്യത്ത് വെച്ചിട്ട് നിസ്കരിക്കാം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. പറഞ്ഞ മസല മനസ്സിലാക്കണല്ലേ? മനസ്സിലായിട്ടില്ലേ? ഒന്ന് ചെയ്തു നോക്കി അങ്ങനെ ഉണ്ടാവും. ചെയ്തു നോക്കാല്ലേ? പോരാ, ഒന്നുകൂടി പറയാളി. അള്ളാഹു നമുക്ക് അതിന് ഭാഗ്യം തരട്ടെ. നമ്മളെ ഈ ക്ലാസ് കേൾക്കണം എല്ലാ സഹോദര സഹോദരിമാർക്കും അള്ളാഹു തആല അതിന് ഭാഗ്യം തരട്ടെ. മറ്റെട്ട് രാവല്ലേ അള്ളാഹുവിന്റെ കഅഫൂവിന് ഒരു 11 വട്ടച്ചല്ല. കുറെ ആൾക്കാര് ദ്വാരക്കമ്മനോട് നമ്മളെ MT അബൂബക്കർ ദാരിമി ഒന്ന് വീണ് പെരമെന്ന് വീണ് പരിക്ക് പറ്റിയവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവൂല. അള്ളാഹു തആല പരിപൂർണമായ ശിഫ നൽകട്ടെ. പെരിന്തൽമണ്ണ മൗലാനിലും അൽഷിഫയിലൊക്കെയാണ് നല്ല പരിക്കുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. 5-6 വാരിയലൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് കേട്ടത്. ഈ MT അബൂബക്കർ ദാരിമി നമ്മളെ ഈ പള്ളിയിൽ മുമ്പ് ദർസ് നടത്തിയിട്ടുണ്ടല്ലേ? അല്ല, മൂപ്പര് MT ദാരിമി ഉസ്താദ് നമ്മളെ ഈ പള്ളിയിൽ ദർസ് നടത്തിയിട്ടില്ല. ഇപ്പൊ നിലവിൽ MT ദർസ് നടത്തുന്നത് ചീക്കോടാണ്, അഞ്ഞു പോകാനുള്ള പള്ളിക്ക്. അവിടെയാണ് ഇപ്പൊ നിലവിൽ മൂപ്പര് ദർസ് നടത്തുന്നത്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ പിരിഞ്ഞു പോവുള്ളൂ. ഏതാണെങ്കിലും അള്ളാഹു തആല ആജിലായ ശിഫ കൊടുക്കട്ടെ. അങ്ങനെ കുറെ ആൾക്കാർ ദ്വാരക്കാൻ പറ്റുന്നുണ്ട്. നമ്മളൊന്ന് ആ ദിക്റൊന്ന് ചൊല്ലിയിട്ട് നമുക്ക് ഒന്ന് സ്റ്റഡി ആയിട്ട് ഇരുന്നാണ് എല്ലാവരും. മരിച്ചോൽക്കൊക്കെ ഒരു ഫാത്തിഹ ഓതിട്ടാണ് ദ്വാരക്ക. അത് ഒറ്റപ്പെട്ട ഇഞ്ഞ് 2 രാത്രി ഇങ്ങനത്തെ രാത്രിയുള്ളൂ. അത് കഴിഞ്ഞ റമളാൻ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ അടുത്ത കൊല്ലം ആരൊക്കെയാണ് നമ്മളെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കാണ്ടാകുക നമുക്ക് പറയാൻ പറ്റില്ല. കിട്ടിയത് ഉപയോഗപ്പെടുത്തും. അള്ളാഹു നമുക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് തരട്ടെ. എല്ലാവരും ഒന്ന് ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إنك عفو تحب العفو فاعف عني. 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 اللهم إنك عفو تحب العفو فاعف
عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني. മരിച്ചവർക്ക് ഒരു ഫാത്തിഹ ഓതൽ. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ അല്ലാഹ്, പരിശുദ്ധ റമളാനിലെ 25ന്റെ രാത്രിയാണ്. ഞങ്ങളുടെ നിസ്കാരവും ഈ മജ്ലിസും നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, നാളെ ആഖിറത്തിൽ വരുമ്പോ പരിശുദ്ധ റമളാനിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈ അവസാന പത്തിൽ നരകമോചനം നൽകപ്പെടുന്നവരിൽ ഞങ്ങളുടെ പേര് എഴുതി വെക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. ജന്നത്തുൽ ഫിർദൗസ് നീ സമ്മാനിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ക്ലാസ് കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവരുമായൊക്കെ ബന്ധപ്പെട്ട കുടുംബത്തിൽ നിന്ന് പലരും മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവരുടെയും ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. മരണപ്പെട്ട ഉമ്മയുടെയും ഉപ്പയുടെയും വല്യമ്മയുടെയും വല്ലിപ്പയുടെയും എളാമയുടെയും കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ മറ്റു പലരുടെയും പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. എല്ലാവരുടെയും ഖബറിടം സ്വർഗമാക്കണേ അല്ലാഹ്, വെളിച്ചമാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ പ്രകാശം അവർക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ, സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാഹ്, സ്വർഗീയ വസ്ത്രങ്ങൾ നൽകണേ അല്ലാഹ്. ഒരുപാട് രോഗികൾ ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, ഒരു ഒതുക്കങ്ങളുള്ള ഒരു ഉസ്താദ് മകന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നീ ശിഫ നൽകണേ അല്ലാഹ്, നീ ശിഫ നൽകണേ അല്ലാഹ്. പട്ടർക്കട ഉള്ള ഒരു സഹോദരൻ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MD അബൂബക്കർ ദാരിമി ഉസ്താദ് അപകടം പറ്റി ഹോസ്പിറ്റലിലാണ്. അല്ലാഹുവേ, ആജിലായ ശിഫ നൽകണേ അല്ലാഹ്, ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. എല്ലാവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. വേദനകൾ മാറ്റണേ അല്ലാഹ്, പ്രയാസങ്ങൾ തീർക്കണേ അല്ലാഹ്. പണ്ടൂർ ഭാഗത്തുള്ള ഒരു സഹോദരി ഭർത്താവിന്റെ കാല് മുറിഞ്ഞിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അസഹ്യമായ വേദനയാണ്. ജോലിക്ക് പോകാനും മറ്റും പ്രയാസമാണ്. വല്ലാത്ത വിഷമം പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ സഹോദരന്റെ വേദന നീ മാറ്റണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്, പ്രയാസങ്ങൾ നീക്കണേ അല്ലാഹ്. റബ്ബേ, ഉച്ചാരക്കട ഭാഗത്ത് ഹജ്ജിന് പോകുന്ന ഒരു സഹോദരി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ, ആരോഗ്യത്തോടെ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. രണ്ടത്താണി വാരിയത്തുള്ള പ്രിയപ്പെട്ട കുഞ്ഞാക ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, ഖൈറായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. വീട്ടിലുള്ളവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ സ്വതഖതൊന്നും അല്ലാതെയും ഈ മജ്ലിസിൽ വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്.
റബ്ബേ നീ പൊരുത്തപ്പെട്ട മജ്ലിസായ ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ നിസ്കാരം കഴിഞ്ഞ് കുറേ മിനിറ്റുകളായി ഇവിടെ ഇരിക്കുന്ന യാതൊരു വിഷമവും ഇല്ലാതെ വളരെ സന്തോഷത്തോടെയാണ് ഈ മജ്ലിസിൽ ഇരിക്കുന്നത്. റബ്ബേ ഇത് ഞങ്ങൾക്ക് സ്വർഗം കിട്ടാൻ കാരണമാക്കണേ അല്ലാഹ്. ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ കിട്ടാൻ കാരണമാക്കണേ അല്ലാഹ്. ഖബറിന്റെ അദാബിൽ നിന്ന് മോചനം കിട്ടാനുള്ള കാരണമാക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.